MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അരിയൊന്നും അരക്കാതെ വളരെ എളുപ്പത്തിലൊരു സ്റ്റീംഡ് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാം. വളരെ സോഫ്റ്റായ നല്ല ടേസ്റ്റിയായ ഒരു ഇറച്ചിപ്പത്തിരിയാണിത്. ആദ്യം നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. ഈ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു മീഡിയം സവാള ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ചെറുതായി വാടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. വീണ്ടും ഒരു 30 സെക്കൻഡ് കൂടി വഴറ്റാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാബേജും 1/4 കപ്പ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വരണം. വെജിറ്റബിൾസ് ഒന്നും അധികം വെന്തു പോകേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് വേവിച്ച് ചെറുതായിട്ട് പിച്ചിയെടുത്ത ചിക്കനാണിത്. ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റി കൊടുത്ത് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പത്തിരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്കൊരു മുട്ട ചേർക്കാം. അര കപ്പ് തേങ്ങ ചിരവിയതും 5 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് കഴുകി ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തം 2 കപ്പ് വെള്ളമാണ് ചേർത്തത്. ബാറ്റർ അധികം തിക്കായി പോകരുത്, അതുപോലെ ലൂസായും പോകരുത്. ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാൻ. ഞാൻ ഈ പാത്രത്തിലാണ് പത്തിരി ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് എടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും പുരട്ടി കൊടുക്കും. ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ചിപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഈ പാത്രം നമുക്കിതിലേക്ക് വെക്കാം. കുറച്ച് മാവ് ഇതിലേക്ക് ഒഴിക്കാം. അധികം കട്ടിയിൽ ഒഴിക്കരുത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മാവ് ഒഴിക്കാം. കുറച്ച് ഫില്ലിംഗ് ഇടാം. വീണ്ടും 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതുപോലെ ഫില്ലിങ്ങും മാവും തീരുന്നത് വരെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവും ഫില്ലിങ്ങും ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് 25 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 25 മിനിറ്റോളമായി നമ്മുടെ ഇറച്ചിപ്പത്തിരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും മാറ്റാം. ചൂടാറിയതിന് ശേഷം വേണം ഇത് മുറിച്ചെടുക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചെടുക്കാം.
നമ്മുടെ ടേസ്റ്റിയായ ഇറച്ചിപ്പത്തിരി തയ്യാറായി. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണിതിന്. അധികം എണ്ണയൊന്നും വേണ്ടാത്തൊരു പലഹാരമാണിത്. ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്